സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കാസർകോട്, മലപ്പുറം, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലാണ് അവധി. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർകോട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള യെല്ലോ അലർട്ടാണ്. ദക്ഷിണ കന്നഡ, ഉടുപ്പി ജില്ലകളിലും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കണ്ണൂർ അങ്ങാടിക്കവലയിൽ കാറിന് മുകളിൽ മരം വീണ യുവാവ് മരിച്ചു. അങ്ങാടിക്കടവ് സ്വദേശി ഇമ്മാനുവലാണ് മരിച്ചത്. മരം വീണ് നിയന്ത്രണം വിട്ട കാർ കുളത്തിലേക്ക് മറിയുകയായിരുന്നു. അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിന് സമീപമായിരുന്നു അപകടം. കെ വി ബൈജും ഒപ്പം ഡാനി പോളും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം കാസർകോടേക്കാണ് കെ വി ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, വലിയ മഴയാണ് കാസർകോട് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്താണ് നിലവിലെ സാഹചര്യം? എപ്പോഴും തകർത്ത് പെയ്യുക തന്നെയാണോ? ഭവ്യ, വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഏറ്റവും ദാരുണമായ സംഭവം ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇരിട്ടി റോഡിൽ അങ്ങാടിക്കടവിനടുത്ത് കാറ് നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിഞ്ഞ് ഒരു വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു. അങ്ങാടിക്കടവിലെ ഇമ്മാനുവൽ 24 വയസ്സാണ് മരിച്ചത്. ഇദ്ദേഹം സഞ്ചരിച്ച കാറിന് മുകളിൽ മരം പൊട്ടി വീഴുകയായിരുന്നു. പിന്നീട് നിയന്ത്രണം വിട്ട ഈ കാർ സമീപത്തെ ഒരു കുളത്തിലേക്ക് മറിഞ്ഞ് അങ്ങനെയാണ് അപകടമുണ്ടായത്. അതിന് ഒരാളുടെ നില ഗുരുതരമാണ്. ആ കാറിലുണ്ടായിരുന്ന ഒരാളുടെ നില ഗുരുതരമാണ്. ഏതായാലും മഴക്കെടുതിയിൽ വടക്കൻ ജില്ലകളിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഏതായാലും വരും മണിക്കൂറുകളിലും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. തീരപ്രദേശങ്ങളിലുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം മലയോര മേഖലകളിൽ ഈ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ മഞ്ചേശ്വരം, ഉപ്പള, കുമ്പള ഭാഗങ്ങളിലാണ് ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പുഴകളിലെല്ലാം അപകടകരമായ വിധം ജലനിരപ്പ് ഉയരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പുഴയോരങ്ങളിൽ താമസിക്കുന്നവർക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴയുണ്ടാകും. ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. നമുക്കറിയാം 9:30 സമയമെടുക്കുന്നു. അപ്പോഴും ഇരുട്ട് കൂടിയ ഒരു കാലാവസ്ഥയാണ് നമുക്കിവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഏതായാലും കണ്ണൂർ ജില്ലയിലാണ് ഈ കാലവർഷക്കെടുതിയിൽ ഒരു മരണം ഉണ്ടായിരിക്കുന്നത്. സഞ്ചരിച്ചിരുന്ന കാറ് അപകടത്തിൽപ്പെട്ട് കുളത്തിൽ മറിഞ്ഞ് അതിദാരുണമായ ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇമ്മാനുവൽ, 24 വയസ്സുള്ള ഇമ്മാനുവൽ ഇവർ പരീക്ഷ എഴുതാൻ വേണ്ടി പുറപ്പെട്ട സമയത്തായിരുന്നു ഈ അപകടമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരം പൊട്ടി വീണപ്പോൾ ഈ കാറ് നിയന്ത്രണം വിട്ട് സമീപത്തെ ഒരു കുളത്തിലേക്ക് മറിഞ്ഞ് അങ്ങനെയാണ് മരണം സംഭവിച്ചത്. നാട്ടുകാർ അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചു. ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. എന്തായാലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ഒപ്പം മംഗളൂരു ഉൾപ്പെടുന്ന ദക്ഷിണ കന്നഡ, ഉടുപ്പി ജില്ലകളിലെല്ലാം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ നിന്ന് നിലനിൽക്കുന്നത്. വരും മണിക്കൂറുകളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. ഭവ്യ, ശരി, ഇനി നമുക്ക് മധ്യ കേരളത്തിലെ വിവരങ്ങൾ അറിയണം. ഡാനി പോൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, എന്താണ് നിലവിലൊരു സാഹചര്യം? മഴയുണ്ടോ? മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ ഒരു ദിവസമാണ് എന്ന് പറയാം. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലടക്കം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയുടെ ഭീഷണി കാര്യമായി തന്നെ ഉണ്ടായിരുന്നു. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായിട്ട് രാവിലെയും വൈകുന്നേരം വരെയും എല്ലാം തന്നെ ഇടവിട്ട സമയങ്ങളിൽ മഴയുണ്ടായിരുന്നു. ചിലപ്പോൾ ശക്തമായ മഴയും എല്ലാം തന്നെ ലഭിച്ചിരുന്നു. മൂലം ഇന്നലെ എല്ലാം തന്നെ നഗരത്തിന്റെ ചില ഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ എന്നിവിടങ്ങളിലെല്ലാം ഒരു വെള്ളക്കെട്ട് ഭീഷണി നിലനിന്നിരുന്നു. രാത്രിയിലും മഴ തുടർന്നു. പക്ഷെ ഇന്ന് രാവിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും മഴയുടെ അത്തരം ഒരു അന്തരീക്ഷം മാറി നിൽക്കുന്ന അവസ്ഥയാണ്. വെയിൽ പറഞ്ഞിരിക്കുന്നു. വലിയ രീതിയിൽ മഴയ്ക്ക് ഒരു സാധ്യത എറണാകുളം ജില്ലയിൽ പൊതുവെയും തന്നെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ തീരദേശ മേഖലകളിലും അതോടൊപ്പം തന്നെ ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു. തീരമേഖലകളിൽ ശക്തമായ തിരയടിക്കാനുള്ള സാധ്യതകളെല്ലാം കാണിച്ചിരുന്നു. ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനടക്കമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അത്തരം സാഹചര്യങ്ങളൊന്നും നിലവിൽ വേണ്ടി വന്നിട്ടില്ല. ഇന്ന് വളരെ തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് എറണാകുളം ജില്ലയിലുള്ളത്. മധ്യ കേരളത്തിൽ തൃശ്ശൂരിലും ആലപ്പുഴയിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്
അവധി പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴ, അതുമൂലമുണ്ടായ വെള്ളക്കെട്ട്, ഇത്തരം സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മഴയുടെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവധി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെയും ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോഴും ഇടുക്കിയിലും മഴ ലഭിച്ചിരുന്നു. ഒപ്പം ഇത് ഹൈറേഞ്ചിലേക്കെല്ലാം തന്നെ യാത്ര കേരളത്തിൽ ഇന്ന് പൊതുവിൽ ഒരു മഴ. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.